ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു പ്രിപ്പറേഷൻസും പാക്കിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാട്ടോ. ഞാനൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഞാൻ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്ഥലത്തേക്ക് പോണേൻ്റെ അതുവരെ ഉള്ളൂ, എവിടേക്കാണെന്നുള്ളതൊക്കെ അടുത്ത വ്ളോഗിലാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ എൻ്റെ ലെൻസൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി എടുത്തേക്ക് കേട്ടോ. കാരണം എനിക്ക് ലെൻസിൻ്റെ പവർ ഇപ്പോഴും തെറ്റാണ്. ഇപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ഞാൻ ഫോണിൽ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്ക്, എന്നിട്ട് അത് ഓർത്ത് വെച്ചിട്ട് ഞാൻ വേഗം സൊല്യൂഷനൊക്കെ ആക്കിയിട്ട് ലെൻസിൻ്റെ കവറിലാക്കി വെക്കുക. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കണ്ണാടയാണ്, ഞാനിപ്പോൾ കണ്ണാട വെക്കാതെ നടക്കാറ്. പക്ഷേ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അപ്പോൾ കണ്ണാട മാറ്റി ലെൻസ് വെക്കാനുള്ള പരിപാടി. പക്ഷേ ലെൻസ് വെക്കാനൊക്കെ ഭയങ്കര പണിയാണ്. പക്ഷെ നല്ല ലെൻസ് കുറേ മേടിച്ച് വെച്ചിട്ട് എങ്ങോട്ടും പെരുന്നാളിന് വെച്ചിട്ട് പിന്നെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. അതാണ് ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ അത് മറക്കാണ്ട് ഓരോന്നായിട്ട് ചെയ്യട്ടെ. ഞാനത് ട്രിപ്പ് പോണേൻ്റെ തലേസാണ് ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ. മുമ്പ് പാക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ ഞാൻ വേഗം ലെഫ്റ്റ് റൈറ്റൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പോണോടത്തേക്ക് 20 kg പിന്നെ കയ്യിൽ 7 kg ആണുള്ളത്. അപ്പോൾ ഞാൻ 7 kg എന്തായാലും കയ്യിൽ പിടിക്കണില്ല, കാരണം അത്രയ്ക്ക് അധികം ഒന്നും ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ 20 kg ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കവർ എടുത്ത് വെച്ചേട്ടെ, കാരണം നമ്മൾ മാറ്റിയ ഡ്രസ്സുകളൊക്കെ അവിടുന്ന് നമുക്ക് എന്തായാലും അവിടുന്ന് വാഷ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവുമല്ലോ. മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കവറിൽ എടുത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനിത് ഡ്രസ്സുകൾ ഷാമിയൊക്കെ 3 കൊണ്ടൊരു അപ്ലിക്കേഷൻ ഉണ്ട് ഖത്തറിൽ. അപ്പോൾ അവിടുന്ന് മേടിച്ചിട്ട് കൊടുത്തയച്ചുള്ളതാണ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ അങ്ങനത്തെ സിപ്പർ കവറുകൾ ഉണ്ടാവില്ലേ, ആ കവറിലാക്കിയിട്ട് തന്നെ കീപ്പ് ചെയ്യണിട്ടാ. കവറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് വെക്കണില്ല, കാരണം ചിലപ്പോൾ ഇത് ചില ഡ്രസ്സുകൾ ഇട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ. തെമ്മൂലൊക്കെ 2 മന്തോളൊക്കെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അതിലാക്കിയിട്ട് തന്നെ വെക്കാമെന്ന്. അതാകുമ്പോൾ നമുക്കും പെട്ടെന്ന് അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കുക എളുപ്പമാണ്. കാരണം ഓരോ കവറിൽ ഓരോ ഡ്രസ്സ് പെയറാകുമ്പോൾ നമുക്ക് ഈ കവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രസ്സാണ്, ഈ കവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രസ്സാണെന്ന് അറിയുകയും ചെയ്യുക, എടുത്ത് വെക്കാനും നമുക്ക് പിന്നീട് അത് ആയാലും കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടാണ് മറ്റേ നമ്മൾ എടുത്ത് വെച്ച് ഒക്കെ വലിച്ചിടണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ചെയ്ത്, അങ്ങനെ ഓരോ കവർ ഓരോ ഇതിലായിട്ട്. പിന്നെ ഞാനിങ്ങനെ സൺസ്ക്രീനൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ കുറേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഞാൻ എന്തായാലും ഒരു ചൂടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അത്യാവശ്യം ഒരു 4 സൺസ്ക്രീൻ 3 സൺസ്ക്രീനൊക്കെ ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നെ ഫേസ് വാഷ് കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ എൻ്റെ ചെരുപ്പും ആയാലും ഷാമ്പയൊക്കെ 3 ഓർഡർ ചെയ്ത് കൊണ്ടുവച്ചു. ഫുള്ള് പ്രാവശ്യം 3 ഡ്രസ്സുകളും ചെരുപ്പുകളൊക്കെ കേട്ടോ. പിന്നെ ഹാറ്റും കാര്യങ്ങളൊക്കെ അതും ഷാമ്പയൊക്കെ 3 ഓർഡർ ചെയ്തൊക്കെ അമ്മി വരുമ്പോൾ കൊടുത്താക്കിയാണ് ചെയ്ത്. അമ്മയും കാക്കിയും വന്നിരുന്നല്ലോ, അപ്പോൾ അവരിൽ കൊടുത്തയച്ചത് ചെയ്തത്. അതിന് കിട്ടുക എളുപ്പമുള്ളൂ വെച്ചിട്ട്. പിന്നെ കുറച്ച് ഹാറ്റുകളും ബാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യാൻ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. ഈ വീഡിയോ ഞാൻ ഇനി പോയി വന്നിട്ടാണ് ഇവിടെ പോയിട്ട് ഞാൻ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഇടണമെന്നൊക്കെ വിചാരിക്കണം. പക്ഷേ എന്താവും പോയി വന്നിട്ടാവും എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എവിടെയൊക്കെ പോയെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യട്ടോ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ. ജസ്റ്റ് ഒരു ഗസ് നിങ്ങൾ അടിച്ചു വിടും. നിങ്ങൾക്കിപ്പോൾ സൺസ്ക്രീനും തൊപ്പിയൊക്കെ കണ്ടപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് മാത്രമാണ് ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കൊണ്ടുപോകണിട്ട്. പിന്നെ ഒരു ഹാൻഡ് ലഗേജ്, അത് നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ 20 kg അല്ല, 20 kg ഒന്നും ആവില്ല, കാരണം ഇത് കനം കുറഞ്ഞ ഡ്രസ്സുകളാണ്, അത്ര കട്ടിയുള്ള ഡ്രസ്സുകളൊന്നുമല്ല. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ച് ഇങ്ങനെ വെക്കണില്ല കേട്ടോ. ഞാൻ ഇതുപോലെ സിപ്പർ കവറിലാക്കിയിട്ട് തന്നെ വെക്കാനുള്ള പ്ലാന്. കാരണം എന്താ വെച്ചാൽ മേക്കപ്പ് പൗച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സ്പേസ് നല്ലോണം പോവും. അപ്പോൾ മേക്കപ്പ് പൗച്ചിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര സ്പേസ് പോകില്ലല്ലോ. ഞാൻ അത്യാവശ്യം വേണ്ട ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ, ലെൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ട സാധനമുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി പെട്ടിയൊന്ന് പാക്ക് ചെയ്ത് വെക്കണം ഇപ്പോൾ. പിന്നെ ഞാൻ പോകണമെന്ന് ബാക്കി എന്തെങ്കിലും ലാസ്റ്റ് ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എടുത്ത് വെച്ചിട്ട് പെട്ടി അടക്കണം. അതാണ് പ്ലാൻ. ഇപ്പോൾ തൽക്കാലം എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാത്തൊക്കെ എടുത്തേക്കുക. പിന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ലാസ്റ്റ് പാക്ക് ചെയ്യണം. പെട്ടി ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണമല്ലോ.
പിന്നെ ഞാനത് ഹാൻഡ് ലഗേജിക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെച്ച സാധനങ്ങൾ കേട്ടോ. അതായത് ഞാൻ മിക്കവാറും പോകുമ്പോൾ രാവിലെ നേരത്തെ പോണത്, അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, സൺസ്ക്രീൻ ആയാലും, എനിക്ക് പിന്നെ ആക്സ് ഓയിൽ വെക്കണം, തലവേദന വരുമില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ സാധനം ക്രീമും ക്ലിപ്പൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഹാൻഡ് ലഗേജിൽ വെക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഹാൻഡ് ലഗേജിൽ 100 ml മേലുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങളും ഹാൻഡ് ലഗേജിൽ വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട്, കാർഡ്സ്, ATM കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് ഹാൻഡ് ലഗേജ് ഇപ്പം തന്നെ ക്ലോസ് ചെയ്തൊക്കെ ആയിട്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ യൂസ് ചെയ്തിട്ട് പിന്നെ ഹാൻഡ് ലഗേജിൽ അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. കാരണം ഇപ്പനൊക്കെ വെച്ചില്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അപ്പോൾ ഞാൻ വേഗം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ, പാസ്പോർട്ട് മറന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അത് കഴിയണം, അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാൻഡ് ലഗേജ് ബാഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോൾ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗാണ്. അപ്പോൾ ഈ ബാഗത്തെ അത്യാവശ്യം കൊള്ളുകയും ചെയ്യും, അങ്ങനെ ബൾജായിട്ട് നിൽക്കില്ല, നല്ല ലൂസായിട്ട് ഫ്രീ ആയിട്ട് കിടക്കും, അങ്ങനത്തെ ബാഗാണ്. പിന്നെ ഞാൻ അടുത്ത് പോണത് എൻ്റെ മുടി ഒന്ന് സെറ്റാക്കാണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകിട്ടാകുമ്പോൾ നമ്മൾ കേച്ചേരി തന്നെ റീബോൺ എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മുടി ഒന്ന് വെട്ടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത് ഒരു ദിവസം നമ്മൾ എയർ വാഷ് ചെയ്തിൽ നിൽക്കും, പക്ഷേ എയർ വാഷ് ചെയ്യുന്നതനുസരിച്ച് അത് പോവുകയും ചെയ്യും, അത്ര തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊന്ന് ഇനി മുടി സെറ്റ് ചെയ്തെടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ അടിയിൽ ജസ്റ്റ് ഒരു കേൾസായിട്ട്, പക്ഷേ എൻ്റെ മുടി ഭയങ്കര ഇതാണ്, പാറി പറക്കണ മുടിയായതുകൊണ്ട് ചിലപ്പോൾ വൺ ഡേ തന്നെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കുളിച്ചില്ലെങ്കിൽ വേഗം പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്ത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ ഗേൾസിൻ്റെ സംഭവം ക്ലോസ് ചെയ്തേക്കണേ. ഞാൻ ചെല്ലുമ്പോൾ 6:30 ഒക്കെ അയക്കണം, 6 മണിക്ക് ഗേൾസിൻ്റെ ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ജെൻസിൻ്റെ മാത്രമല്ല, പിന്നെ നമുക്ക് അത്യാവശ്യമാണല്ലോ, ഞാൻ നാളെ പോകണം, പിന്നെ ഇല്ല ഡേ. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എന്നാൽ ബോയ്സിൻ്റെ തന്നെ പോയി ചെയ്യുക, കുഴപ്പമില്ല, നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. പക്ഷേ ഞാനൊരു കാര്യം ആലോചിക്കണം, എല്ലാ കാര്യങ്ങളും ഗേൾസിനായിട്ടും നമ്മൾ ബോയ്സ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടിയും പെർഫെക്റ്റ് ആവാന്നൊക്കെ തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അടിക്കണ കണ്ടില്ലേ, ഡ്രസ്സ് അടിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങൾ അടിക്കണാട്ടിയും ബോയ്സ് അടിക്കുമ്പോഴാണ് നല്ല പോലെ വൃത്തിയിലൊക്കെ ടൈലേഴ്സ് വരിക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, സെറ്റപ്പാക്കി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് നോക്കുക കേട്ടോ. വെയിറ്റ് കറിയുന്ന അത്ര ഒന്നും ഉണ്ടാവില്ല, എന്ന് ഞാൻ നോക്കി 12 കിലോനേ ആയിട്ടുള്ളൂ. ഇനി 8 കിലോനോളം ഉണ്ട്, കാരണം നമുക്ക് 20 kg ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഹാൻഡ് ലഗേജ് പിടിക്കണ്ട. ഇതിപ്പോൾ ഞാൻ രാവിലെ എണിച്ച് 4:30 ആകുമ്പോൾ ഞാൻ എണിച്ചിട്ട്, കാരണം 5:15 പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് അയ്യബുദ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി, ഇപ്പോൾ ഞാനൊരു ജീൻസും ഒരു ഓവർകോട്ടും ഉള്ളിൽ ടാങ്ക് ടോപ്പും പോത്തിട്ടിട്ടാട്ടോ. അപ്പോൾ മുടി ഇന്നലെ സെറ്റ് ചെയ്ത് കണ്ട ഏകദേശം ഒക്കെ ഒന്ന് കൊളായി പോയിട്ടുണ്ട്. കാരണം ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ മുടി പാറി പറന്ന് ആകതായി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അറിയായിരുന്നു എങ്ങനെ പോയാലും വൺ ഡേ തന്നെ നിൽക്കുള്ളൂ അറിയായിരുന്നാലും നമുക്കൊന്നൊരു ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല, അത്ര തന്നെ. പിന്നെ വേറെ കാര്യം, രാവിലെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിരുന്നിട്ട്, രാവിലെ ഐബു ഉറങ്ങണേ. ഇപ്പോൾ ഞാൻ ഐബു ഇല്ലാണ്ടാട്ടെ ട്രിപ്പ് പോണത്. ഞാൻ ആദ്യമായിട്ട് ഐബു ഇല്ലാണ്ട്, ഐബു ജനിച്ച ശേഷം ഒരു സ്ഥലത്ത് പോണേ. അവനെ മാറി നിന്നിട്ട് ഒരു 4-5 മണിക്കൂറൊക്കെ ഞാൻ മാറുന്നുണ്ട്. ഞാൻ ഷാമയിൽ കൂടി പുറത്ത് പോയിട്ടുണ്ട്, കൺസൻസിനായിട്ട് പുറത്ത് പോയിട്ടുണ്ട്, സിനിമക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു 4 ഡേ ട്രിപ്പാണ്, അത് ആദ്യമായിട്ടാണ് ഐബു ഇല്ലാണ്ട് പോണത്. അപ്പോൾ രാവിലേക്ക് അവ ഉറങ്ങുമല്ലേ, അപ്പോൾ അവനെ വിട്ടു പോകുമ്പോൾ ഭയങ്കര, രാവിലെ എണിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിരുന്നിട്ടാ. രാവിലെ എണിച്ചിങ്ങനെ പോരുമ്പോൾ മനസ്സിലൊരു പറയുക, ഭയങ്കര അയ്യോ എന്തോ ഒരു ഇത് തോന്നിയിരുന്നു. പിന്നെ ഉറപ്പായിരുന്നു, കാരണം അവന് എൻ്റെ ഉമ്മയുടെ അടുത്തും നാജിയുടെ അടുത്ത് ആക്കിയിട്ട് പോണേ. അപ്പോൾ അവരെന്നെക്കാട്ടി നന്നായി അവനെ നോക്കും, അവരെന്നെയാണ് നോക്കാറ്. അതുകൊണ്ട് പിന്നെ അവൻ എന്നെ ചോദിക്കില്ല എന്ന് ഉറപ്പാണ്, കാരണം ഇന്നെ അങ്ങനെ ചോദിക്കാറില്ല അവരുള്ളപ്പോൾ. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ ഫ്രീ ആയിരുന്നു, കാരണം അവർ സൂപ്പറായി നോക്കും. പിന്നെ അവരുടെ അടുത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവൻ എന്തായാലും അവിടെ ഹാപ്പി ആയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് രാവിലെ ഉറക്കത്തിൽ നിന്ന് അവൻ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മനസ്സിന് അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രസവിച്ച ശേഷം ആദ്യമായിട്ടല്ല അവനെ വിട്ടിട്ട് ഇത്ര നിൽക്കണം.
അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ശരിയാകും, കുഴപ്പമില്ല, അവ ഹാപ്പി ആയിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് കണ്ടു വേറെ ഫേസിലാണ് പോകുന്നത്, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മേക്കപ്പ്. കാരണം 5:15 സമയത്തല്ലേ, എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല ഒന്നാമത്. പിന്നെ ഇത്ര നേരത്തെ എനിക്ക് മേക്കപ്പ് ചെയ്യണം. ഞാൻ വിചാരിച്ച് എയർപോർട്ടിലെത്തിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്താൽ മതിയല്ലോ, ഞാൻ മാത്രമല്ലോ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ പോണത്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പോണത്. ഇപ്പം ഞാൻ സോളോ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക്, ഐബുല്ലാണ്ട് മാത്രമല്ല ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് പോകും. ഞാൻ ഗൾഫിൽ പോകുമ്പോഴോ എങ്ങോട്ട് പോകുമ്പോഴോ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, എയർപോർട്ടിൽ എന്താവും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ടെൻഷൻ. ഐബുവിൻ്റെ വിട്ട് പോകണതിൻ്റെ രാവിലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ ഇതാണ് രസമല്ലേ, ഫുള്ള് ബ്ലാക്ക് തൊപ്പിയൊക്കെ വെച്ച് സെറ്റപ്പ് ആയിട്ട് പച്ചുവിനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചാട്ടാ. അപ്പോൾ കണ്ട ഒരു ബാഗ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ബാഗ് തോളത്തും, വേറെ ഒന്നുമില്ല അങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ എയർപോർട്ടിലേക്ക് കയറിയാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ അവർക്കൊക്കെ ടാറ്റ കൊടുത്തു. ഞാൻ പറയുന്നത് ഐബുവിന് നല്ല നോക്കണട്ടേക്കാന്നൊക്കെ പറയുന്നു. പക്ഷെ അവ ഹാപ്പി ആവും, ഉറപ്പാനും നാച്ചുറലുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ പോണതിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് അതൊക്കെ പറയാനുള്ളത്. ഏറ്റവും പക്ഷേ എൻ്റെ Q&A കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നോക്കിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥലമാണിത്, ഞാൻ പോകണതിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും പോവാമെന്ന് വിചാരിച്ചത്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും പോവാം. ഒരു 4 ദിവസം ലൈവ് കുഴപ്പമില്ല, നമ്മൾ 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. അപ്പോൾ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിട്ട്, കാരണം ആ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എന്താ മെയിനായിട്ട് ഐബുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവേ ഇല്ലാത്ത സ്ഥലമാണിത്. കാരണം ഐബുവിന് കുട്ടികളായിട്ട് പോകാൻ പറ്റില്ല ഇവിടെ. വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഏറ്റില്ല. പിന്നെ നമ്മൾ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാനും പറ്റില്ല. പിന്നെ ഐബു ഓടിച്ചാടി നടക്കുന്ന ആളല്ലേ, അവനക്ക് തീരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അവനെ കൊണ്ടുപോകാത്തത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ ഡ്രീം ഡെസ്റ്റിനേഷനൊക്കെ നമുക്കൊരു അങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോവാം. കുട്ടി പിന്നെ നമുക്ക് ഒരു 4 ഡേ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതിൽ, പിന്നെ ഉമ്മിനാജൊക്കെ ഉണ്ടല്ലോ ഇതിൽ പോയിട്ടോ. പിന്നെ അവിടെ എത്തി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മേക്കപ്പൊക്കെ ചെയ്തൊന്ന് സെറ്റാവാന്ന്. കാരണം ഞാൻ ബെയർ ഫേസിലല്ലേ പോകുന്നത്, ഒന്നും ചെയ്തിട്ടുണ്ടെന്നില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ അവിടെ എത്തി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, പിന്നെ ഞാൻ അതുപോലെ തന്നെ കമ്മലും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനൊരു ഗോൾഡൻ കളറ് ഇയറിങ്സും മാലൊക്കെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടൊക്കെ സെറ്റാക്കുക. പിന്നെ രാവിലെ വരുമ്പോൾ അടുത്ത ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ഇരുന്നിട്ട് ഉമ്മ പറഞ്ഞ് രാവിലെ 4 മണിയൊക്കെ ആകുമ്പോൾ എണിച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ ഫുഡില്ല, ഞങ്ങൾക്ക് 1 മണിക്കൂർ യാത്ര ഉള്ളൂ. അപ്പോൾ പിന്നെ ഫുഡില്ല. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് വേണ്ട, കാരണം എയർപോർട്ടിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടില്ലേ, എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ നാജുവരൊക്കെ പറഞ്ഞു 24 മണിക്കൂർ കൊച്ചി വർക്ക് ചെയ്യണ എയർപോർട്ടല്ലേ. അപ്പോൾ എന്ന് നോക്കുമ്പോൾ ബർഗർ കിങ്ങും ചിക്കിങ്ങും എല്ലാതും ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ബർഗർ കിങ് മേടിച്ച് അപ്പനും ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഉമ്മാക്കൊരു സമാധാനം ഉണ്ടല്ലേ, ഫുഡ് കിട്ടുമോ. കാരണം എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് 1 മണിക്കൂറായാലും നമ്മൾ 4 മണി 5 മണിക്ക് പോകണതല്ലേ. പിന്നെ നമ്മൾ എത്തേണ്ട അവിടെ സ്ഥലത്ത് 11 മണിക്കാണ്. അപ്പോൾ എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറി ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉമ്മാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ബർഗറും ഒരു മൊജീറ്റൊക്കെ മേടിച്ചിട്ട് അവിടെ ഒരു സ്ഥലത്തിരുന്നിട്ട് യൂട്യൂബൊക്കെ കണ്ടിട്ട് അങ്ങനെ തിന്നിട്ട് സമാധാനമായിട്ട്. കാരണം ഈ കുഞ്ഞ് 1 അവറോളം ഇനിയുണ്ട് സമയം. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് യൂട്യൂബൊക്കെ കണ്ടിരിക്കാമല്ലോ. പിന്നെ അവിടെ വൈഫൈ ഫ്രീ ആയിട്ടുണ്ടല്ലോ എയർപോർട്ടിൽ, അപ്പോൾ നമുക്ക് ടെൻഷനും ഇല്ല. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം മൈൻഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഉമ്മക്ക് വിളിച്ച് പൈബ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞ പോലെ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റും. പിന്നെ നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ആ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോണത്.
അതുപോലെ തന്നെ പിന്നെ ഷാമിയൊക്കെ നേരെ ഖത്തറിൽ നിന്ന് അങ്ങോട്ട് വരും. അങ്ങനെയാണ് ഞങ്ങളെ പ്ലാന്. ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നിന്ന് കണ്ടുമുട്ടും, അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൽ സ്മൂത്ത് ആയിരുന്നു, കാര്യങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വാറിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ശേഷമേ നമ്മൾ ഇമിഗ്രേഷന് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യും. കാരണം അതിന് ശേഷമൊക്കെ തുടങ്ങിയിരിക്കുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കണേ. വാട്ടർ അതുപോലെ പൗഡർ അതൊക്കെ ഉണ്ടെന്ന് പിടിച്ച് പൗഡറൊക്കെ മാറ്റി വെച്ച്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റൊക്കെ കയറിയത് അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം ഞാൻ എങ്ങോട്ടാണ് പോണത്. ഷാമിയാക്കാനൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യുക. ടാറ്റ ബൈ, സീ യു.